നമ്മളെ മുക്കോലിക്കൽ സൈറ്റിൽ, അതായത് പുതിയ സൈറ്റ് കല്ലടയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുഴൽക്കിണറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് വെള്ളം കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ 34 അടിയിൽ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ 34 അടിയിലാണ് നമുക്കിവിടെ വെള്ളം കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഈ 8 ഇഞ്ച് പൈപ്പ് വന്നിരിക്കുന്നത് ഒരു 20 അടിയിൽ 8 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 8 ഇഞ്ച് പൈപ്പാണ്. ഈ 8 ഇഞ്ച് പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് മണ്ണ് ലൂസായിരിക്കും. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 8 ഇഞ്ച് പൈപ്പ് വയ്ക്കുന്നത്. അപ്പം ഇവിടെ ലൂസ് മണ്ണ് വരുന്നത് നമുക്കൊരു 20 അടി വരെ ഇത് ലൂസ് മണ്ണാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ 20 അടി വരെ 8 ഇഞ്ച് പൈപ്പാണ്, 8 ഇഞ്ച് കനത്തിനാണ് ഇവിടെ ഡ്രില്ല് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഈ 5 ഇഞ്ച് പൈപ്പ്, ഇത് 5 ഇഞ്ച് പൈപ്പാണ്. അതിനുശേഷം പിന്നെ പാറ കാണുന്നത് വരെ ഈ 5 ഇഞ്ച് പൈപ്പാണ് അടിക്കുന്നത്. പാറ എവിടെ കിട്ടുമോ അതുവരെ, അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കിവിടെ 24 അടി ആയപ്പോഴത്തേക്ക് പാറ കണ്ടായിരുന്നു. അപ്പം 24 അടി വരെ ഈ 5 ഇഞ്ച് പൈപ്പാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അത് ടോപ്പിൽ നിന്ന് ഈ 8 ഇഞ്ച് പൈപ്പിന് അകത്തായിട്ട് തന്നെയാണ് ഇറക്കുന്നത്. അതിനുശേഷം പാറയിൽ കൊണ്ട് ഈ പൈപ്പ് നിർത്തിയിട്ട് അതിനുശേഷം പിന്നെ ഡ്രില്ല് ചെയ്യുന്നത്, പാറയ്ക്കകത്ത് ഡ്രില്ല് ചെയ്യുന്നത് ഈ 4 ഇഞ്ച് പൈപ്പിലാണ് ഡ്രില്ല് ചെയ്യുന്നത്. ഈ 4 ഇഞ്ച് പൈപ്പിൽ. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം കിട്ടിക്കണം. നമ്മൾ പാറ കണ്ട് ഒരു 10 അടിയും കൂടി ആയപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഒരു 35 അടി ആയപ്പോൾ വെള്ളം കിട്ടി. പിന്നെ എന്നാലും നമുക്ക് ആ വെള്ളം, ആദ്യം കാണുന്ന വെള്ളം അത്ര നല്ല വെള്ളം ആയിരിക്കത്തില്ല. വീണ്ടും ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 120 അടി ഇവിടെ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. 124 അടി ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. ആ 124 അടിയും നമ്മൾ ഈ 4 ഇഞ്ച് പൈപ്പാണ് ഇറക്കിയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4 ഇഞ്ച് പൈപ്പ് ടോപ്പിൽ നിന്ന് തന്നെ പോകണം. ഇതുപോലെ 3 പൈപ്പും ഇങ്ങനെ മേളിൽ തന്നെ വരണം. എന്നാലേ നമുക്ക് അടുത്ത് മോട്ടർ ഇറക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ 4 ഇഞ്ച് പൈപ്പിനകത്തൂടെയാണ് ഇറക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ ഈ 5 ഇഞ്ച് പൈപ്പ് എവിടെ തീരുമോ അതിന് ശേഷം 4 ഇഞ്ച് പൈപ്പ് ഇറക്കി പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ മോട്ടർ നമ്മൾ ഇറക്കി നമ്മൾ കംപ്ലൈൻറ്റ് ആകുമ്പോൾ തിരിച്ചെടുത്തിട്ട് ഇടുമ്പോഴത്തേക്ക് ആ സൈഡിലൊക്കെ തട്ടി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പിന്നീട് ഭാവിയിൽ ഉണ്ടാവാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. കല്ലൊക്കെ ഇറങ്ങി അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ മോട്ടറിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ 3 പൈപ്പും നമ്മളിങ്ങനെ മേളിൽ കാണുന്ന രീതിയിൽ തന്നെ കുഴൽക്കിണർ കുഴിച്ച് നിർത്തുക. ഇത് പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ച് വളരെ കൃത്യമായിട്ടും പറയുന്നത്. അപ്പം ടോപ്പിൽ നിന്ന് ആദ്യം 8 ഇഞ്ചിൻ്റെ പൈപ്പ്, അത് കഴിഞ്ഞ് 5 ഇഞ്ചിൻ്റെ പൈപ്പ്, പാറ എവിടെ സ്റ്റാർട്ട് ചെയ്യുമോ അവിടെ വരെ 5 ഇഞ്ചിൻ്റെ പൈപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ 5 ഇഞ്ചിൻ്റെ പൈപ്പ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ പാറയിലോട്ട് അടിക്കുന്നത് 4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഡ്രില്ലിങ് ചെയ്തതിന് ശേഷം അതാണ് ഈ പാറയ്ക്കകത്തോട്ട് കംപ്ലീറ്റും അടിച്ച് ചെയ്യുന്നത്. അത് എവിടെ വെച്ച് തീരുമോ അതുവരെ നമ്മൾ 4 ഇഞ്ചിൻ്റെ പൈപ്പ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം. അപ്പോൾ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 8 ഇഞ്ചിൻ്റെ പൈപ്പും കാണാൻ പറ്റും, 5 ഇഞ്ചിൻ്റെ പൈപ്പും കാണാൻ പറ്റും, 4 ഇഞ്ചിൻ്റെ പൈപ്പും കാണാൻ പറ്റും.